ഒരമ്മയും മകളും അവർ പരസ്പരം കാണുമ്പോഴൊക്കെ ശണ്ടയാണ്. ഒരു ദിവസം അവരുടെ വീട്ടിൽ അതിഥിയായി ഒരു സ്ത്രീ വന്നു. കുറച്ച് മധ്യവയസ്കയായ സ്ത്രീയാണ്. കുറച്ച് ദിവസം അവരവിടെ താമസിച്ചു. ഈ താമസിക്കുന്നതിനിടയിൽ ഈ അമ്മയുടെയും മകളുടെയും നിരന്തരമായ വഴക്ക് കണ്ടിട്ട് അവർ അമ്മയോട് ചോദിച്ചു, മകൾക്ക് എത്ര വയസ്സായി? അമ്മ പറഞ്ഞു, 20 വയസ്സ്. 23 വയസ്സാവുമ്പോൾ വിവാഹം കഴിപ്പിക്കണം. അതിഥിയായ സ്ത്രീ പറഞ്ഞു, നിങ്ങൾക്കിനി പരസ്പരം സ്നേഹിക്കാനും മിണ്ടാനും പറയാനുമൊക്കെ വെറും 1000 ദിവസം മാത്രമേ ഉള്ളൂ. ഇത് കേട്ട അമ്മയും മകളും അടുത്ത ദിവസം മുതൽ ശണ്ടയൊക്കെ ഒഴിവാക്കി പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങി. നമുക്ക് ജീവിക്കാൻ കിട്ടുന്ന ഇനിയുള്ള ദിവസങ്ങൾ വെറുതെ ഒന്ന് എണ്ണി നോക്കിയാൽ മാത്രം മതി. നമ്മുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള അഹങ്കാരമൊക്കെ മാറിക്കിട്ടും. നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാരുടെ എണ്ണം വളരെ ചെറുതാണ്. വളരെ കുറച്ച് പേരെ മാത്രമേ നമ്മൾ കണ്ടുമുട്ടുന്നുള്ളൂ. അതിൽ പലരും അന്ന് കണ്ട് അന്ന് പിരിഞ്ഞു പോകുന്നവരായിരിക്കാം. നിലനിന്ന് പോകുന്ന ബന്ധങ്ങൾ കുറച്ച് മാത്രമായിരിക്കും. ഒരേ കാരണം പറഞ്ഞ് നിരന്തരം വഴക്ക് കൂടുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അത് മോശമായ ഒരു ബന്ധത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ലാതെ യാതൊരുവിധ ഗുണവും അതിനകത്തില്ല. വഴക്കുകൾ കൂടി ബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ 100 കാര്യങ്ങൾ നമുക്കുണ്ടാവും. പക്ഷേ സ്നേഹബന്ധത്തിൽ തുടരാൻ ഒരു കാരണമെങ്കിലും നമ്മളിൽ ഉണ്ടാവും. മറ്റുള്ളവരെ അംഗീകരിക്കാനും അവനവനെ തിരുത്താനും ശ്രമിച്ചാൽ നല്ല ബന്ധങ്ങൾ നമുക്കെന്നും നിലനിർത്താം. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ നാട്ടിൽ വരുന്ന വിദേശികൾ നമുക്കെതിരെ വരുമ്പോൾ നമ്മൾ തമ്മിൽ യാതൊരു പരിചയവുമില്ല, പക്ഷേ അവർ നമ്മളെ നോക്കി ചിരിക്കാറുണ്ട്. ആ കുറച്ച് നിമിഷം നമുക്ക് സന്തോഷം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചിരിയുടെ പേരിൽ നമുക്ക് കുറച്ച് സന്തോഷം തരാൻ അവർക്ക് കഴിയുന്നുണ്ട്. നമുക്കെന്തുകൊണ്ട് അതുപോലെ തിരികെ കൊടുത്തുകൂടാ? നമുക്കെതിരെ വരുന്നവരുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചാൽ നമുക്കും ഒരു സന്തോഷം ഉണ്ടാവും, അവർക്കും കുറച്ച് നേരം ഒരു സന്തോഷം നമുക്ക് നൽകാൻ കഴിയും. ആരും എല്ലാം തികഞ്ഞവരല്ലല്ലോ. പരസ്പരം സ്നേഹിക്കാൻ ഒരു ശരിയെങ്കിലും ഉണ്ടാവും. ആ ശരിയുടെ ബലത്തിൽ നമുക്കെല്ലാ കുറവുകളും പരിഹരിക്കപ്പെടാൻ കഴിയണം, അല്ലേ?